നമസ്കാരം. കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് കർണാടകയും ആന്ധ്രാപ്രദേശും. കർണാടകയിൽ 16 വയസ്സിൽ താഴെയും ആന്ധ്രയിൽ 13 വയസ്സിന് താഴെയുള്ളവർക്കുമാണ് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രഖ്യാപനമനുസരിച്ച് 13 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ വിലക്ക് 90 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. അതേസമയം ആന്ധ്രയിലെ പ്രായപരിധി 16 വയസ്സ് വരെ നീട്ടുന്നതിനെക്കുറിച്ച് തന്റെ സർക്കാർ ചർച്ച ചെയ്യുകയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. വളരെ മികച്ച ഒരു തീരുമാനമെന്ന് തോന്നുമെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. എങ്ങനെ ഇത് നടപ്പിലാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിയമനിർമ്മാണമോ അത് നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ നിരോധനം പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയോ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ പ്രഖ്യാപനങ്ങളിലും ഇല്ല. ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഭരണഘടനാപരമായതാണ്. വിവരസാങ്കേതിക വിദ്യ കേന്ദ്രത്തിന്റെ നിയമപരിധിയിൽ വരുന്നതാണ്. അതിനാൽ തന്നെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്കല്ല, മറിച്ച് പാർലമെന്റിനാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടും ഇതിനകം തന്നെ നിലവിലുള്ള കേന്ദ്ര നിയമങ്ങളാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന തലത്തിൽ കൊണ്ടുവരുന്ന ഏതൊരു നിയമവും നിലവിലുള്ള ഈ കേന്ദ്ര നിയമവുമായി പൊരുത്തക്കേടുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവയുടെ വ്യാപ്തിയും അനാവശ്യമായി മറികടക്കാനോ ഇടയാക്കും. IT നിയമം ഒരു കേന്ദ്ര വിഷയമായതിനാൽ ഈ നിരോധനം നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇന്ത്യയിലെ കൗമാരക്കാരുടെയും കുട്ടികളുടെയും സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ ഗൗരവകരമായി ചിന്തിക്കാൻ ഈ ഒരു നടപടി കാരണമായിരിക്കും. പ്രത്യേകിച്ച് മറ്റു പല രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഘട്ടത്തിലും നിയമങ്ങൾ പാലിക്കാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമോ, അതോ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം നിരോധിത പ്രവൃത്തിയായി കണ്ട് രക്ഷിതാക്കളെ ഉത്തരവാദികളാക്കുമോ, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമങ്ങളിൽ ഇതിനെ ഉൾപ്പെടുത്തുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ബാക്കിയാണ്. ഏത് വിധത്തിലായാലും സംസ്ഥാന തലത്തിൽ ഇത് നടപ്പിലാക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. ഒരു ഉപയോക്താവ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളത് എന്നതിനനുസരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ആക്സസ് നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല. കർണാടകയിൽ ഉള്ള ഒരു കുട്ടി തമിഴ്നാട്ടിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്ന നിമിഷം തന്നെ ആ നിയന്ത്രണം ഇല്ലാതാകും. കൂടാതെ പ്രായപരിശോധന എന്ന വലിയ വെല്ലുവിളിയും ഇതിലുണ്ട്. പലതരത്തിലുള്ള ആശങ്കകൾ കാരണം സോഷ്യൽ മീഡിയയിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം കൂടുതൽ കർശനമായി നിയന്ത്രിക്കണമെന്ന ഒരു ആഗോള പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം പൂർണ്ണമായി നിരോധനങ്ങളുടെ ഫലപ്രാപ്തി പലയിടത്തും ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഇവ നടപ്പിലാക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മിക്കയിടങ്ങളിലും. മിക്ക പ്ലാറ്റ്ഫോമുകളും ഉപയോക്താക്കൾ സ്വയം നൽകുന്ന പ്രായത്തെ അനുസരിച്ചാണ് ആശ്രയിക്കുന്നത്. അതിനാൽ 15 വയസ്സുള്ള ഒരു കുട്ടി 18 അല്ലെങ്കിൽ 19 എന്ന പ്രായം നൽകിയാലും അത് മറികടക്കാം. ID അധിഷ്ഠിത പരിശോധനകളോ അല്ലെങ്കിൽ ഡിവൈസ് തലത്തിലുള്ള നിയന്ത്രണങ്ങളോ പോലുള്ള ശക്തമായ പരിശോധനാ സംവിധാനങ്ങൾ, സ്വകാര്യത, ഡേറ്റ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ഈ നിരോധനം സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ നടപ്പിലാക്കണമെങ്കിൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഒന്നാമതായുള്ള പ്രശ്നം പ്രായപൂർത്തിയാകാത്തവരുടെ നിലവിലുള്ള അക്കൗണ്ടുകൾ കണ്ടെത്തി അവ നീക്കം ചെയ്യുകയും പിന്നീട് ആ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും വേണം. രണ്ടാമത്തേത് പുതിയ ഉപയോക്താക്കളെ തടയുക എന്നതാണ്. ഇതിനായി ഒന്നെങ്കിൽ ഐഡന്റിറ്റി രേഖകൾ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കണം, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതപത്രം വാങ്ങുകയോ അൽഗോരിതം ഉപയോഗിച്ച് പ്രായം കണക്കാക്കുകയോ ചെയ്യുന്ന ഏജ് അഷുറൻസ് പോലുള്ള ലളിതമായ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. മൂന്നാമത്തേത് ഏറ്റവും പ്രയാസകരമായ ഒരു പരിശോധന തന്നെയാണ്. സൈനപ്പ് സമയത്ത് മാത്രം പരിശോധന നടത്തുന്നതിന് പകരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളെ പതിവായി വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി നിരന്തരമായ നിരീക്ഷണം ആവശ്യമായി വരും. ഇത് പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. കൗമാരക്കാർ ആഴ്ചയിൽ ഏകദേശം 40ഓളം ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. അതിനാൽ കുറച്ച് കമ്പനികളെ മാത്രം ലക്ഷ്യം വെക്കുന്നതും അവരെ ഒരിക്കലും സുരക്ഷിതരാക്കാൻ പോകുന്നില്ല. മാത്രമല്ല, എതിർപ്പുകളെ മറികടക്കാൻ താല്പര്യപ്പെടുന്ന പ്രായം കൂടിയാണ് കൗമാരം. അവിടെ ഇത്തരം നിയന്ത്രണങ്ങളും ഒരുപക്ഷെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആന്ധ്രയിലും കർണാടകയിലും ഉണ്ടായ പ്രഖ്യാപനം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല. ഗോവ IT മന്ത്രി രോഹൻ ഖം കഴിഞ്ഞ മാസം സമാനമായ നിയന്ത്രണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കൂടാതെ ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ പ്രായ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി കേന്ദ്രം സജീവ ചർച്ചയിലാണെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ വലിയ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ഇത്തരമൊരു നിരോധനം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ മാറിയിരുന്നു. 2025 ഡിസംബർ 10 അവിടെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, എക്സ്, യൂട്യൂബ്, റെഡിറ്റ് തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾക്ക് ബാധകമായ ഈ നിയമം ലംഘിക്കുന്നവർക്ക് 49.5 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ട്. നിയമം നിലവിൽ വന്നതിന് പിന്നാലെ ആഴ്ചകളിൽ മെറ്റ 5,44,000 അക്കൗണ്ടുകളാണ് നീക്കം ചെയ്തത്. എന്നാൽ ഈ നിയമം നടപ്പിലാക്കിയതോടെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രായം കണക്കാക്കുന്ന അൽഗോരിതങ്ങളെ കബളിപ്പിക്കാൻ കൗമാരക്കാർ കൃത്രിമമായി മീശയും താടിയും വരച്ചു ചേർക്കുകയും ഫേസ് റെക്കഗ്നൈസേഷൻ മറികടക്കാൻ മുതിർന്ന സഹോദരങ്ങളുടെ സഹായം തേടുന്നതായിട്ടൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ നിയന്ത്രണങ്ങളില്ലാത്ത ചെറിയ ആപ്പുകളിലേക്ക് ഇവർ മാറുകയും നിരോധനം വന്ന ദിവസങ്ങളിൽ VPN ഡൗൺലോഡ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളും നടക്കുകയാണ്. ഡിസംബറിൽ നടന്ന ഒരു വോട്ടെടുപ്പ് അനുസരിച്ച് 70% ഓസ്ട്രേലിയക്കാരും ഈ നിരോധനത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമായി വിജയിക്കുമെന്ന് 33% പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഓസ്ട്രേലിയയുടെ ഈ നീക്കത്തിന് പിന്നാലെ ഫ്രാൻസ്, പോർച്ചുഗൽ, ഡെൻമാർക്ക്, സ്പെയിൻ, നോർവേ, മലേഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സമാനമായി നിയമനിർമ്മാണം നടത്തുകയോ അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നാലെയാണ് കർണാടകയും
പിന്നാലെ ആന്ധ്രാപ്രദേശും സമാനമായ നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.